ഞാനൊരു യാത്ര പോയി. കണ്ടിട്ടില്ലാത്ത നാട്ടിൽ, കേട്ടിട്ടില്ലാത്ത ഭാഷയും പരിചയമില്ലാത്ത ആളുകളും പല പല സംസ്കാരങ്ങളും വ്യത്യസ്ത രുചികളും പുത്തൻ അറിവുകളുമൊക്കെയായി തിരിച്ചു വരാൻ അറിയാത്ത വഴികളിലൂടെ പിറകിലായി ആർക്കും വേണ്ടി കാത്തു നിൽക്കാതെ നിഴലിനെ മാത്രം കൂട്ടിക്കൊണ്ടൊരു യാത്ര. ഇനിയും ഞാൻ തുടരും. കുറേ അകലങ്ങൾ കീഴടക്കാനല്ല, മറിച്ച് ചെറിയ അറിവുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും വലിയ തിരിച്ചറിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ. ഈ യാത്രകൾ അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറേ ചിത്രങ്ങളും ഓർമ്മകളും മാത്രമാണ്. അതാണ് ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. വെൽക്കം ടു മൈ ചാനൽ ഹൈ റേഞ്ച് ഡയറീസ്. സഞ്ചാരത്തിലും ചരിത്രാന്വേഷണത്തിലും താല്പര്യമുള്ളവർക്ക് മഹാരാഷ്ട്രയുടെ മനോഹാരിതയിലേക്ക്, ലോഹ്ഗഡ് ഫോർട്ടിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ എൻ്റെ യാത്രയുടെ അവസാന ദിവസം ഞാൻ തിരഞ്ഞെടുത്തത് പൂനെ നഗരത്തിലെ ലോഹ്ഗഡ് ഫോർട്ടായിരുന്നു. പണ്ട് പൂനെ നഗരം ഒരു ഹിൽ സ്റ്റേഷൻ പോലെ സുന്ദരമായ ഭൂപ്രകൃതിയുള്ള ഒരു ഹരിത നഗരമായിരുന്നു. അങ്ങനെയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും മികച്ച മനോഹര നഗരമായിരുന്ന പൂനെയ്ക്ക് ഡെക്കാൻ രാജ്ഞി എന്ന വിശേഷണം ചാർത്തപ്പെട്ടത്. കുറേ നാളുകളായുള്ള ജോലി ഭാരങ്ങളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ഒളിച്ചോടാനായിരുന്നു എൻ്റെ യാത്രയുടെ തുടക്കം. 10ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട അതിഗംഭീരമായൊരു കോട്ടയായിരുന്നു ലോഹ്ഗഡ് ഫോർട്ട്. 25 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുത്ത് പടികൾ ഓരോന്നായി കയറി തുടങ്ങി. പൂനെയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കോട്ടകളിലൊന്നാണിത്. സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷമായിരുന്നു കയറി തുടങ്ങിയത്. വലുതും ചെറുതുമായ ഒരുപാട് ഹോട്ടലുകൾ താഴെ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായി വെട്ടിയുണ്ടാക്കിയ കരിങ്കല്ലുകളാൽ പണി കഴിപ്പിച്ച മനോഹരമായ പടിക്കെട്ടുകൾ, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായ പ്രൗഢിയോടുകൂടി തലയുയർത്തി നിൽക്കുന്ന കോട്ട. വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ സന്ദർശകരായി എത്തുന്നുണ്ട്. ഹരിയർ ഫോർട്ടിനൊക്കെ വെച്ച് കമ്പയർ ചെയ്താൽ അതിഭയാനകമെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും എല്ലാം തികഞ്ഞ ഒരു കോട്ട എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇതിൻ്റെ സ്ഥാപകരായ ലോഹ്താമിയ രാജവംശം തന്നെയാണ് ഈ കോട്ടയ്ക്ക് പേര് നൽകിയത്. പൂനെ നഗരത്തിൽ നിന്നും 52 കിലോമീറ്റർ പടിഞ്ഞാറു മാറി ലോണാവാല എന്ന സിറ്റിയിലാണ് ഈ കോട്ട ഇങ്ങനെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1400 അടി ഉയരത്തിൽ ഏക്കർ കണക്കിന് പ്രദേശത്ത് ഈ കോട്ട ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഇവിടേക്ക് എത്തിച്ചേരാനായി റെയിൽവേയും പബ്ലിക് ട്രാൻസ്പോർട്ടും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ടൗണിൽ നിന്നും കുറേ ഉള്ളിലായതിനാൽ വികസനം വിഴുങ്ങിയിട്ടില്ലാത്ത ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണിത്. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു എനിക്കായി കാത്തിരുന്നത്. പടികളിൽ ചെറിയ വഴുക്കലുണ്ട്. പല തട്ടുകളിലായി കുന്നുകയറി പോയിരിക്കുകയാണ് ഈ കോട്ട. പോകുന്ന പാതകളെല്ലാം കൽനിർമ്മിതികൾ. ചെറിയ കേടുപാടുകളുള്ളവയും ഭാഗികമായ തകർച്ചകൾ നേരിട്ടവയും പൂർണ്ണതയോടെ നിലനിൽക്കുകയും ചെയ്യുന്ന കെട്ടിടങ്ങളുടെ വലിയൊരു ശ്രേണി. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അതിലൂടെ ഞാൻ മാത്രമായിരുന്നു ഒരു വീഡിയോ ക്യാമറയുമായി ഇടിച്ചു കയറിയത്. നവദമ്പതികളെല്ലാം പുതുമയുടെ പ്രണയചാബല്യം ഫോട്ടോ പിടിക്കുന്ന തിരക്കിലാണ്. ഒരു കാലത്ത് പ്രണയങ്ങൾക്കും ദുരന്തങ്ങൾക്കുമെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുള്ള കോട്ടയാണിത്. വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി ഇത് കൈവശം വെച്ചിരുന്ന നിരവധി രാജവംശങ്ങളുടെ അന്ത്യം തന്നെ പല ദുരന്തങ്ങളാണ്. ലോഹ്ഗഡിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി നിരവധി രാജവംശങ്ങൾ ഇത് കൈവശപ്പെടുത്തിയിരുന്നു. ലോഹ്താമിയ, ചാലൂക്യർ, രാഷ്ട്രകൂടർ, യാദവർ, ബഹാമണി, നിസാം, മുഗളൻ, മറാത്തർ എന്നിവർ അതിൽ ഉൾപ്പെടുന്നു. 1648 ഛത്രപതി ശിവാജി മഹാരാജ് ഇത് പിടിച്ചെടുത്തു. എന്നാൽ AD 1665 പുരന്ദർ ഉടമ്പടി പ്രകാരം അദ്ദേഹം അത് മുഗളർക്ക് സമർപ്പിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. AD 1670 ഛത്രപതി ശിവാജി മഹാരാജ് കോട്ട തിരിച്ചുപിടിച്ച് തൻ്റെ ഖജനാവ് സൂക്ഷിക്കാൻ ഉപയോഗിച്ചു. അദ്ദേഹം ശക്തമായൊരു സൈന്യം രൂപീകരിച്ചു. ലോഹ്ഗഡിനെ തന്നെ ശക്തമാക്കി. ലോണാവാലയെ ഒരു വലിയ നഗരമാക്കി മാറ്റി. പശ്ചിമ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ കോട്ടകളിലൊന്ന്. 1500കളിലും 600കളിലും പ്രബലമായിരുന്ന ഒരു നാട്ടുരാജ്യത്തിൻ്റെ ഭരണശിലാകേന്ദ്രം. മുകളിലേക്ക് നോക്കിയാൽ ഭീമാകാരമായ മഞ്ഞുമൂടിയ കോട്ടയുടെ ഒരു നിഴൽ മാത്രം കാണാം. കോട്ടയുടെ മുകളിലേക്കുള്ള പടിക്കെട്ടിൻ്റെ സിലിണ്ടർ ആകൃതിയിലുള്ള ചുറ്റുമതിലിൻ്റെ ദ്വാരങ്ങളിൽ നിന്നും കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ. ചിലയിടങ്ങളിൽ പടിക്കെട്ടുകൾ ഉൾപ്പെടെ ജലസംഭരണികൾ കാണാം.
ഈ കാണുന്ന ഇടുങ്ങിയ വഴികളിലൂടെ കയറി കിളിവാതിൽ കടന്നാൽ ഈ ഒരു വ്യൂ പോയിന്റിലെത്താം. വേലികളില്ലാത്തതിനാൽ ഇവിടം അത്ര സുരക്ഷിതമല്ല. ചരിത്ര സ്മാരകങ്ങളിലേക്കുള്ള യാത്രക്കിടയിൽ ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അവിടെ എത്തുന്നവരിൽ ചിലരെങ്കിലും ചരിത്രത്തെയും ശില്പകലയെയും കുറിച്ച് ആഴത്തിൽ അറിവുള്ളവരും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും. പലപ്പോഴും അതതിടങ്ങളിലെ ഗൈഡുകൾ നൽകുന്നതിനേക്കാൾ ആധികാരികവും സത്യസന്ധവുമായ വിവരണങ്ങൾ നൽകാൻ അവർക്ക് കഴിയും. പല ഗൈഡുകളും പറയുന്ന കഥകളിൽ ചരിത്ര യാഥാർത്ഥ്യങ്ങളെക്കാൾ ഐതിഹ്യങ്ങളും കെട്ടുകഥകളുമായിരിക്കും കൂടുതൽ. എൻ്റെ സുഹൃത്തിന് ഇതിനെപ്പറ്റി കുറച്ചൊക്കെ ബോധ്യമുള്ളതായി എനിക്ക് തോന്നി. രാജ്ദീപ് സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഗുജറാത്തിലെ സുരേന്ദ്രനഗർ എന്ന സ്ഥലത്തു നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു വലിയ സംഘമായാണ് അദ്ദേഹം എത്തിയതെങ്കിലും ഈ യാത്രയിൽ അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിച്ചത് എൻ്റെ കൂടെയായിരുന്നു. ഇവിടെ സൈനിക വാസ്തുവിദ്യയും തന്ത്രപ്രധാനമായ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്ന നിരവധി കവാടങ്ങളും ജലസംഭരണികളും കാണാൻ സാധിക്കും. ഈ മഴക്കാലത്ത് ഞാനിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരു പക്ഷേ ഈ ഭംഗി എൻ്റെ ക്യാമറയിൽ പകർത്തുവാൻ കഴിയുമായിരുന്നില്ല. ഇരുമ്പുകോട്ട എന്നറിയപ്പെടുന്ന ഇത് സഹ്യാദ്രി ശ്രേണിയിലെ ഏറ്റവും കരുത്തുള്ള കോട്ടകളിലൊന്നായി നിലകൊള്ളുന്നു. സഹ്യാദ്രി നിരകളിലെ ഉയർന്ന കുന്നിൻമുകളിൽ ചരിത്രത്തിലേക്കുള്ളൊരു നേർക്കാഴ്ച നൽകുന്നു. മഴക്കാലത്ത് ഈ പടിക്കെട്ടുകളിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. ചെറുപ്പത്തിൽ മഴക്കാലത്ത് സ്കൂൾ വിട്ടു വരുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തെ തോടുകളും അരുവികളുമൊക്കെ ഇങ്ങനെ നടന്നു കയറിയവരായിരിക്കും നമ്മളിൽ പലരും. ചില കാഴ്ചകൾ അങ്ങനെയാണ്. അത് നമ്മുടെ പഴയ ഓർമ്മകളെ തമ്മിൽ ബന്ധിപ്പിക്കും. നടന്നെത്തുന്നത് ഒരു ഉദ്യാനത്തിലേക്കാണ്. ഇവിടെ സഞ്ചാരികൾക്കായി ഒരു ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. പഴയ പടിക്കെട്ടുകളുടെ അവശേഷിപ്പുകളും ഇവിടെ കാണാം. വീശിയടിക്കുന്ന കാറ്റിലും മഴയിലും ഇലപൊഴിക്കുന്ന മരങ്ങൾ മാത്രമാണ് ഒരാകർഷണമായി എനിക്ക് തോന്നിയത്. വശങ്ങളിലേക്ക് താഴ്ചയേറിയ ചരിവാണ്. ഈ വഴികളിൽ വേണ്ടവിധം സേഫ്റ്റി പ്രിക്കോഷൻസ് ഇല്ലാത്തതിനാൽ കുട്ടികളോടൊപ്പമുള്ള യാത്ര ഒരു വലിയ വെല്ലുവിളിയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ട്രക്കിംഗ് ഇത്രയും ത്രില്ലിംഗ് ആവുന്നതും ഇതിനാലാകാം. ഈ മഞ്ഞിൻ്റെ കാഠിന്യം മൂലം മറ്റൊന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ വളരെയധികം ശ്രദ്ധയോടുകൂടി നടക്കേണ്ടതും അനിവാര്യമാണ്. കാരണം കാലെന്ന് തെറ്റിയാൽ അനന്തതയിലേക്ക് വീഴുമെന്ന് തന്നെ. ഇപ്പോൾ മഴ അല്പം തോർന്നിട്ടുണ്ട്. എങ്കിലും കാറ്റിന് വലിയ കുറവൊന്നുമില്ല. അങ്ങിങ്ങായി സെക്യൂരിറ്റി ഗാർഡുകൾ നിൽക്കുന്നുണ്ട്. ഈ ശക്തമായ കാറ്റിലും മഴയിലും ഇത്ര ഉയരത്തിൽ നിന്നുകൊണ്ടുള്ള അവരുടെ ജോലി പ്രശംസനീയം തന്നെയാണ്. ഇത് 18-ാം നൂറ്റാണ്ടിൽ തടവുപുള്ളികളെ പാർപ്പിച്ചിരുന്ന ഒരു ജയിലാണ്. വെളിച്ചത്തിൻ്റെ കുറവ് മൂലം അകത്തെ വീഡിയോ പകർത്താൻ എനിക്ക് സാധിച്ചില്ല. ചില ഫാൻറ്റസി ഹോളിവുഡ് മൂവീസിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ പ്രദേശത്തിൻ്റെ രൂപകൽപ്പന. മേഘങ്ങൾക്ക് മുകളിൽ ഒരു വിശ്രമസ്ഥലം പോലെ. ഹിന്ദുമതത്തെ നല്ല രീതിയിൽ വളർത്തിയ ഒരു ചക്രവർത്തിയായിരുന്നു ശിവാജി. കോട്ടകളുടെ ഒത്ത നടുക്കായി ഹൈന്ദവാചാരപ്രകാരം ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. അവിടെ പൂജകളും നടക്കുന്നു. ഇത്ര ഉയരമുള്ള പ്രദേശമായിട്ടും ഇവിടെ ധാരാളം ജലസംഭരണികളുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ തന്നെ എല്ലാ വശങ്ങളും കെട്ടിപ്പൊക്കിയാണ് ഇതിൻ്റെ എല്ലാ നിർമ്മാണം. മഴക്കാലത്തെ ജലം സംഭരിച്ചു വെച്ചിട്ടായിരുന്നിരിക്കണം ഇവർ ഇത് ഉപയോഗിച്ചു പോന്നിരുന്നത്.
നല്ല വഴുക്കലിനൊപ്പം മഴയും കാറ്റുമായതുകൊണ്ട് വീഴാതെ നടക്കുക എന്നത് കുറച്ച് ശ്രമകരമായിരുന്നു. യാത്രകളെല്ലാവർക്കും ഓരോരോ പുതിയ അനുഭവങ്ങളാണ് സമ്മാനിക്കുക. അതോടൊപ്പം തന്നെ നമ്മെ വിസ്മയിപ്പിക്കുകയും കൗതുകപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ കാലാവസ്ഥ സുഖകരവും ഈർപ്പം കുറഞ്ഞതുമായി കാണപ്പെടുന്നതിനാൽ സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. എന്നാൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മഴക്കാലം അതിലും ആകർഷകമായി ചുറ്റുപാടുകളും പച്ചപ്പും വെള്ളച്ചാട്ടങ്ങളോടും കൂടി അതിമനോഹരമായി കാണപ്പെടും. എൻ്റെ ഈ സന്ദർശനവും അങ്ങനെ ഒരു മഴക്കാലത്താണ്. എൻ്റെ അനുഭവത്തിൽ ഒരു മൺസൂൺ ട്രക്കിംഗ് ആണ് അതുല്യ അനുഭവം നൽകുന്നത്. ഈ കോട്ട കയറാൻ ഏകദേശം 2 മുതൽ 3 മണിക്കൂർ വരെ എടുക്കും. ഇത് വ്യക്തിഗത ഫിറ്റ്നസ് നിലവാരവും ട്രക്കിംഗ് വേഗതയും അനുസരിച്ചിരിക്കുന്നു. 350 പടികളാണ് കയറി തീർക്കേണ്ടത്. ട്രക്കിംഗ് മാർഗനിർദ്ദേശം അനുസരിച്ച് യാത്രയിലുടനീളം ജാഗ്രത പാലിച്ചാൽ ഈ ലോക്കറ്റ് ഫോർട്ട് ട്രക്ക് വളരെ സുരക്ഷിതമാണെന്ന് കണക്കാക്കാം. കാരണം പാതകളെല്ലാം വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ളതും അപകട സാധ്യതകൾ കുറഞ്ഞതുമാണ്. മഴവെള്ളമൊഴുകി താഴേക്ക് വീഴാതെ ശക്തമായ കാറ്റിൽ തിരിച്ചു മുകളിലേക്ക് തന്നെ ധാരയായി പതിക്കുന്നു. കോട്ടയുടെ പടിക്കെട്ടുകളും നടവഴികളും ചുറ്റുമതിലുമൊക്കെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സംഘാടകർ കോട്ടയുടെ മുകളിലെ സ്ഥലം വിട്ടുപോയെന്ന് എനിക്ക് തോന്നി. വേണ്ട വിധം പരിചരണം നൽകാത്തത് അലസമായൊരു പുൽമേടിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ടൂറിസ്റ്റുകൾ വരുന്നതായി കണ്ടില്ല. കോട്ടയ്ക്ക് മുകളിൽ ഏക്കർ കണക്കിന് പുൽമേടുകൾ ഇങ്ങനെ തീരാതെ കിടക്കുന്നു. ശക്തമായ മഴയിലും കാറ്റിലും ഇങ്ങനെ നടക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയായി എനിക്ക് തോന്നി. എഴുതിയാലും പറഞ്ഞാലും തീരാത്തത്ര സന്തോഷവും അനുഭവങ്ങളുമാണ് എനിക്ക് ഈ ഏകാന്ത യാത്രകൾ സമ്മാനിച്ചത്. സോളോ ട്രാവലിന് ഒരുപാട് പരിധികൾ നിശ്ചയിക്കപ്പെട്ടുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യണം. ആ യാത്രകൾ നിങ്ങളുടെ ഡയറിയിൽ ഓർമ്മക്കുറിപ്പുകളായി രേഖപ്പെടുത്തണം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്ന പല നിമിഷങ്ങളിലും നിങ്ങൾക്ക് കൂട്ടായിരിക്കുന്ന നിങ്ങളുടെ ഈ ട്രാവൽ മെമ്മറീസ് മാത്രമായിരിക്കും. അതൊരു സോളോ ട്രിപ്പ് കൂടിയായാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഈ വഴികളിലൂടെയുള്ള നടത്തം ഒരു സ്വർഗീയ അനുഭവം തന്നെയാണ്. മണ്ണ് നനഞ്ഞ് തലോടുന്ന കാൽവഴികൾ, വെള്ളം കവിഞ്ഞൊഴുകുന്ന ചെറുചാലുകൾ എല്ലാം യാത്രയുടെ താളം വെളിപ്പെടുത്തി. വഴിയിലുടനീളം കാണാൻ കഴിയുന്ന പച്ചപ്പിൻ്റെ വിവിധ നിറങ്ങൾ, മലനിരകളുടെ മേഘാവൃത ശിഖരങ്ങൾ എല്ലാം ഹൃദയത്തിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും. ഇതാണ് കോട്ടയുടെ ഏറ്റവും ഉയർന്ന ഭാഗം. ഈ കെട്ടിടം 18-ാം നൂറ്റാണ്ടിലെ നിർമ്മാണമാണ്. ഈ പീരങ്കികൾ യഥാർത്ഥമാണോ അതോ ഒരു സ്റ്റിൽ മോഡലാണോ എന്ന് തോന്നിപ്പോകും. ചില ടൂറിസ്റ്റുകൾ എന്നേക്കാൾ സന്തോഷത്തിലാണെന്ന് എനിക്ക് തോന്നിയ നിമിഷം ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ആർത്തുല്ലസിക്കുകയാണ്. യാത്ര ഒരു കാഴ്ചയല്ല, അനുഭവമാണ്. അനുഭവത്തിൻ്റെ ഒരു പുതുലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഓരോ സഞ്ചാരവും മനസ്സിനെ ആഴത്തിൽ സമ്പന്നമാക്കുന്നു. അത്തരത്തിൽ ഈ സഹ്യാദ്രി മലനിരകളുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രവും പ്രകൃതിയും കൈകോർക്കുന്ന ഈ അതുല്യ ദൃശ്യം, ഈ സഞ്ചാരം എൻ്റെ മനസ്സിൽ ഒരിക്കലും മങ്ങാത്ത ഓർമ്മയായി മാറിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ എൻ്റെ ഇത്തവണത്തെ യാത്ര ഇതോടുകൂടി അവസാനിക്കുന്നു. സമയക്കുറവിനാൽ ലിസ്റ്റിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളും എനിക്ക് അടുത്ത മൺസൂണിലേക്ക് മാറ്റി വയ്ക്കേണ്ടതായി വന്നു. എന്നാൽ ഞാനെടുത്ത വീഡിയോകളിലൂടെ ഇനിയും 1000 വട്ടം ഞാനിവിടെ സന്ദർശിക്കും. നടന്നു തീർത്ത വഴികളും പരിചയപ്പെട്ട സൗഹൃദങ്ങളും എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഭദ്രമായി ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. കർണാടക വിശേഷങ്ങളുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് പവിയാനന്ദ് ഫ്രം ഹൈറേഞ്ച് ഡയറീസ്.